ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ള ഓരോ ആളുകളും കേട്ടിട്ടുള്ള ഒന്നാണ് നീ ആകെ മാറിപ്പോയി എന്നുള്ളത്. ഈ ഒരു ഡയലോഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു ഡയലോഗിൽ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡ്യൂറേഷനും എത്രത്തോളം നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഈ ഒരു ചോദ്യം നീ ആകെ മാറിപ്പോയല്ലോ എന്നുള്ള ആ ഒരു ഡയലോഗ്, ഇതിന്റെ പിന്നിലെ രഹസ്യം. സോ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ശരിക്കും നിങ്ങൾ മാറിപ്പോയി എന്നൊരു നാർസിസ്റ്റ് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ ശരിക്കും ജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു നാർസിസ്റ്റ് നിങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ആ കൺട്രോളിൽ വരുന്ന മാറ്റമാണ് നാർസിസ്റ്റിന്റെ കണ്ണിലെ നിങ്ങളിലുള്ള ചേഞ്ച്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഒരു വിജയം? നിങ്ങൾ നാർസിസിസം എന്താണ്, ഈ ടോക്സിക് ആയിട്ടുള്ള ഇവരുടെ സ്വഭാവങ്ങൾ എന്താണ്, ഇതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ളിൽ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നതിനെയാണ് ഈ നാർസിസിസ്റ്റ് യു ആർ ചേഞ്ച്ഡ് എ ലോട്ട് എന്ന ഒറ്റ വാക്കിൽ പറയുന്നത്. അതായത് റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ അയാൾക്ക് നിങ്ങളുടെ മേൽ വലിയ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇല്ല. അതുപോലെ തന്നെ എന്തൊരു പ്രശ്നമുണ്ടായാലും നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് പോലും നിങ്ങൾ പോയി ക്ഷമ ചോദിക്കും. എന്തൊരു തെറ്റ് അവർ ചെയ്താലും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കും. ഏതൊരു ആർഗ്യുമെന്റിലേക്ക് വന്നാലും നിങ്ങൾ വിട്ടുകൊടുക്കും. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കാതെ എല്ലാം അവര് പാവല്ലേ പോട്ടെ, അടുത്ത പ്രാവശ്യം ശരിയാവുമെന്ന് കരുതി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോ എമൗണ്ട് ഓഫ് എമ്പതിയും നിങ്ങൾ തിരിച്ചു പിടിച്ചു തുടങ്ങും. നിങ്ങൾ നാർസിസിസം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പെരുമാറാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഒരു മാറ്റം നാർസിസ്റ്റിനെ ശരിക്കും പാനിക്കാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നാർസിസ്റ്റിന് നിങ്ങളുടെ മേൽ കൺട്രോള് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നാർസിസ്റ്റിന് നിങ്ങളുടെ അടുത്ത് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. സോ ആ കൺട്രോള് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് ആ ഒരു ഡയലോഗിൽ അയാൾ തുടങ്ങുന്നത്. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഒരു ഡയലോഗായിട്ട് തോന്നാം, പക്ഷേ നിങ്ങൾ അനുഭവിച്ച ഓരോ പ്രശ്നങ്ങളും ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങാനുള്ള ഒരു ശക്തി ആ ഒരു ഡയലോഗിന് ഉണ്ട്. സോ ഇനി ആ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചിന്തിക്കണം, എന്ത് മാറ്റമാണ് എന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ സ്വയം ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാക്കിയെടുക്കും. കാരണം നീ മാറിപ്പോയി എന്നൊരു നാർസിസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് സ്വയം മറന്നുകൊണ്ട് അവരെ സ്നേഹിച്ചിട്ടുണ്ട്, സ്വയം മറന്നുകൊണ്ട് അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡിസ്റെസ്പെക്റ്റുകളും ചതികളും എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പ് ശരിയാവാൻ വേണ്ടി, സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ നിർത്തി. അപ്പോൾ അതൊരു തെറ്റായി പോയോ? ഞാൻ ഭയങ്കര മോശമായിട്ടാണോ പെരുമാറുന്നത്? അവരോട് ഒട്ടും സ്നേഹമില്ലാതെ പെരുമാറുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഈ ഒരു ചോദ്യം കൊണ്ട് സാധിക്കും. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്.
അയാൾ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായില്ല, സ്നേഹിക്കുന്നുണ്ടായില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായില്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടായില്ല. ആ സമയത്തും നിങ്ങൾ അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്ന് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ സ്വയം ചൂസ് ചെയ്തുകൊണ്ട് സ്വയം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതാണ് തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. അതാണ് അവർ കാണുന്ന ആ ഒരു ചേഞ്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സെൽഫ് ലവ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രോത്താണ് അവരുടെ ചേഞ്ച്. നിങ്ങളുടെ വളർച്ചയിൽ അവർക്കൊരു കൺട്രോൾ ഇല്ല, അതാണ് ചേഞ്ച്. ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. സോ ഇനി മുതൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഗ്രോത്ത് വിൽ ചേഞ്ച് യു, സെൽഫ് റെസ്പെക്റ്റ് വിൽ ചേഞ്ച് യു, ലേണിംഗ് വിൽ ചേഞ്ച് യു, കീപ്പിംഗ് ബൗണ്ടറീസ് വിൽ ചേഞ്ച് യു. പക്ഷേ ഈ ചേഞ്ചസ് എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ നല്ല മുന്നോട്ടുള്ള സമാധാനത്തോടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടും ആണ്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. ഇതിലൊരു നന്മയുണ്ട്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്നിട്ട് ഇനി അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ മാറിയെന്നൊരാൾ മുഖത്ത് നോക്കി പറയുമ്പോൾ തിരിച്ച് പറയണം, അതെ ഞാൻ മാറിപ്പോയി, ഞാനിന്ന് സ്ട്രോങ് ആണ്, ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കും, ഞാൻ എൻ്റെ സന്തോഷത്തിനും എൻ്റെ സമാധാനത്തിനും വേണ്ടി ജീവിക്കും, മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മുകളിൽ ഞാൻ എന്നെ കാണുന്നു എന്ന് തുറന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. സോ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.